പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്തസാക്ഷികൾക്ക് CPM സ്മാരകം പണിയുന്നത് നമ്മൾ നിരന്തരമായി കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പാർട്ടിക്ക് വേണ്ടി പോരാടി മരിച്ച CPMൻ്റെ അംഗങ്ങൾക്ക് CPM എന്ന് പറഞ്ഞ പാർട്ടി രക്തസാക്ഷി സ്മാരകം നിർമ്മിച്ചിരിക്കും എന്ന് മാത്രമല്ല, രക്തസാക്ഷികൾക്ക് വലിയ സ്ഥാനമാണ് CPM നൽകുന്നത്. രക്തസാക്ഷികൾ ജീവിക്കുന്നു, രക്തസാക്ഷികൾ അമരന്മാർ, അവർ ജീവിക്കുന്നു നമ്മളിലൂടെ എന്നാണ് CPM സാധാരണ പറയുക. രക്തസാക്ഷികൾക്ക് CPM എന്ന് പറഞ്ഞ പാർട്ടി നൽകിയിരിക്കുന്ന സ്ഥാനം വളരെ വളരെ വലുതാണ്. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടതെന്താ, RSSകാരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ബോംബ് നിർമ്മിച്ച 2 CPM പ്രവർത്തകർ, അതായത് RSSകാരെ ബോംബെറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടി ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന കണ്ണൂർ ജില്ലയിലെ ചെറ്റക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഷൈജു സുബീഷ് എന്ന് പറഞ്ഞ 2 CPM പ്രവർത്തകർക്ക് രക്തസാക്ഷി സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വലിയ വിവാദത്തിലേക്ക് എത്തിയിരുന്നു. 2015 ഇവരന്ന് മരിച്ച സമയത്ത് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അവരെ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ രക്തസാക്ഷി സ്മാരകം അവർക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം പുറത്തു വന്നു. ഇതിനെതിരെ വലിയ വിമർശനം ഉയർന്നു. അവസാനം ആ സ്മാരകം ഉദ്ഘാടനം ചെയ്യുന്നതിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോകാനാണ് ഇരുന്നത്. അദ്ദേഹത്തിന് അവസാനം വലിയ വിമർശനം ഉയർന്നതിനെ തുടർന്ന് പോകേണ്ടി വന്നില്ല, പോകാൻ കഴിഞ്ഞില്ല. അവസാനം പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പോയി, അദ്ദേഹം അതിനെ ന്യായീകരിച്ചു. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വന്നത് CPMൻ്റെ സമുന്നത നേതാവായിട്ടുള്ള ശ്രീമാൻ P ജയരാജൻ, അദ്ദേഹം ഈ ബോംബുണ്ടായപ്പോൾ മരിച്ച ഈ പാർട്ടി പ്രവർത്തകർക്ക് രക്തസാക്ഷിത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് സ്മാരകം പണിയുന്നതിന് ശക്തമായി അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നു. അവർ ജീവാർപ്പണം ചെയ്തവരാണെന്നും അവർ രക്തസാക്ഷികളാണെന്നും ആണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി RSSകാരും ഇതുപോലെ ബോംബുണ്ടാക്കി മരിച്ചവർക്ക് രക്തസാക്ഷിത്വം നൽകിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, IPC ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അളവുകൾ വെച്ചുകൊണ്ട് ഇതൊന്നും വിലയിരുത്താനാവില്ല എന്ന് പറഞ്ഞു. അവസാനം ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം അവസാനിപ്പിച്ചത് ചെറ്റക്കണ്ടിയിൽ ജീവാർപ്പണം നടത്തിയവർക്ക് രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരും എന്നും ചരിത്ര സംഭവങ്ങളെ നിഷേധിക്കാനാവില്ലെന്നും അതിനെ നിരസിക്കുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പച്ചപ്പരസ്യമായി ഈ നിയമവിരുദ്ധ പ്രവർത്തനത്തിന്, ഇപ്പോൾ ബോംബ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ UAPA പോലും ചുമത്താവുന്ന കുറ്റമാണ്. ആ കുറ്റം ചെയ്ത 2 CPM പ്രവർത്തകരെ പരസ്യമായി അനുകൂലിച്ചുകൊണ്ട് പാർട്ടിയുടെ കണ്ണൂർ ജില്ലയിലെ സമുന്നത നേതാവായിട്ടുള്ള P ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയുണ്ട്. സ്വാഭാവികമായി ഇതിനെക്കുറിച്ച് ഞാൻ ശ്രീമൻ പാണ്ഡ്യാല ഷാജിയോട് വിശദമായി സംസാരിക്കുകയുണ്ടായി. പാണ്ഡ്യാല ഷാജിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പിണറായി വിജയൻ്റെ മൂക്കിന് കീഴിലിരുന്നു കൊണ്ട് തീ തുപ്പുന്ന വിമർശനങ്ങൾ പിണറായി വിജയനെതിരെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ വേണം ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയാവുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് പാണ്ഡ്യാല ഷാജി. പിണറായി വിജയൻ്റെ ഗുണ്ടകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പാണ്ഡ്യാല ഷാജി അവസാനിപ്പിച്ചതാണ്. പക്ഷേ അത്ഭുതകരമെന്നോണം അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹമാണ് ഇന്ന് CPMൻ്റെ ഈ ക്രിമിനൽ വൽക്കരണത്തിനൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന പിണറായി വിജയനെ അതിരൂക്ഷമായി പിണറായി വിജയൻ്റെ വീടിനടുത്ത് നിന്ന് ജീവിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഈ വിഷയത്തിൽ പാണ്ഡ്യാല ഷാജിയോടല്ലാതെ വേറെ ആരോടാണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക? ഞാൻ അദ്ദേഹവുമായി വിശദമായി സംസാരിക്കുകയുണ്ടായി. ആ സംസാരത്തിൻ്റെ വിശദാംശങ്ങളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ശ്രീ പാണ്ഡ്യാല ഷാജി, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ ചെറ്റക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് കണ്ണൂരിൽ ഷൈജു സുബീഷ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ചെറുപ്പക്കാര് ഈ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ അവര് 2015 കൊല്ലപ്പെടുകയും അപ്പം അതുമായി ബന്ധപ്പെട്ട് അവര് രക്തസാക്ഷി സ്മാരകം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ആ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായെങ്കിലും CPMന്റെ നേതാവായിട്ടുള്ള P ജയരാജൻ, ആ ജയരാജന്റെ ഒരു വിശദമായിട്ടുള്ള പോസ്റ്റ് വന്നിരുന്നു. അതിൽ പറയുന്നത് അവർ ജീവാർപ്പണം ചെയ്തവരാണ്, അവർ രക്തസാക്ഷികൾ തന്നെയാണ് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, അതിനകത്ത് ജയരാജൻ വാദിക്കുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ ബോംബുണ്ടായ സമയത്ത് RSSകാർ മരിച്ചപ്പോൾ അവർക്കും സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്സുകാരും ഇതുപോലെ ബോംബ് നിർമ്മിക്കുന്ന സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർക്ക് അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ചെറ്റക്കണ്ടിയിൽ ജീവാർപ്പണം നടത്തിയവർക്ക് വേണ്ടി രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരും. ചരിത്ര സംഭവങ്ങളെ നിഷേധിക്കാനാവില്ല. അതിന് തയ്യാറാവുന്നവർക്ക് ചരിത്രം മാപ്പ് നൽകില്ലെന്നും ഇതിന്റെ ഇടയിൽ ഇത് IPCയുടെ ഇന്ത്യൻ പീനൽ കോഡിന്റെ അളവുകോലുകൾ വെച്ച് ഇതിനെ വിലയിരുത്താനാവില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് പി ജയരാജന്റേതായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വാദഗതികളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഷാജി വിലയിരുത്തുന്നത്? അതെ, പ്രാഥമികമായ കാര്യം പി ജയരാജന് ചരിത്രമെന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല അയാൾക്ക്. ചരിത്രം എന്ന് പറയുന്നത് ഈ ബോംബുണ്ടാക്കുമ്പോ കൊല്ലപ്പെടുന്നവൻ ആ ബോംബ് ഉണ്ടാക്കുന്ന ഒരിക്കലും തന്നെ എന്താ പറഞ്ഞാൽ അത് സൂക്ഷിക്കാനും അതല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഉപകരണ ആയുധമല്ലല്ലോ അത്. അത് നശീകരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ബോംബ് എന്ന് പറയുന്നത്. ചെറുതാവട്ടെ വലുതാവട്ടെ അതിന്റെ ഘടന അതാണല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സംഭവം നിർമ്മിച്ചിരിക്കുന്നവരെ ചരിത്രത്തിന്റെ വലിയ ഭാഗമാക്കി തീർക്കുമ്പോൾ ഈ പി ജയരാജൻ ആദ്യം മറുപടി പറയേണ്ടത് ഈ സുബീഷിന്റെ വിഷയത്തിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പായിട്ട് ഞാൻ മറ്റൊരു സംഭവം പറയാം. 1999 പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കതിരൂർ പുല്ലോട് വെച്ച് ബോംബ് നിർമ്മാണത്തിനിടയിൽ 2 പേർ കൊല്ലപ്പെടുകയും 4 പേർക്ക് ഗുരുതരമായി പരിക്ക് പറ്റുകയും ചെയ്തു. അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരാളുടെ പേര് സരേഷ് എന്നാണ്. അയാളുടെ സരേഷ് അയാള് ഇവിടെ നമ്മുടെ ഈ പിണറായി ചേരിക്കലിലാണ് അയാളുടെ ഭാര്യ വീട്. മറ്റൊരാളുടെ പേര് ഞാനിപ്പോ പറഞ്ഞുതരാം. സരേഷ് ചെത്തൂലാടിയാണ്. മറ്റൊരാളുടെ പേര് പ്രദീപൻ എന്ന് പറഞ്ഞാൽ ആശാരിയുമാണ്. ഈ രണ്ടുപേരാണ്. അതായത് ഒരു സാധനം അവരെ കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. അത് മുഴുവൻ തന്നെ പായക്കകത്ത് എന്താ പറയാ നമ്മുടെ വാരിക്കോരി അതിന്റെ അകത്ത് ഇടുകയാണ് ചെയ്തത്. മരിച്ചവർ CPM-കാരായിരുന്നു. മരിച്ചത് 2 CPM-മാര്. ഇതിന് വിചിത്രത കിടക്കുന്നത് ഇത് ബോംബ് നിർമ്മാണം നടക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. 2 പേര് രാത്രി 8 മണിക്കാണ് കൊല്ലപ്പെടുന്നത്. ഇവർ 2 പേര്. 4 പേർക്ക് അതിഗുരുതരമായി പരിക്കേറ്റു. അത് ഈ രീതിയിൽ പരിക്കേറ്റ് കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന അതിന്റെ മറ്റു ഘടകങ്ങൾ കഥകൾ അതിനകത്ത് അത് ഞാനത് വിശദീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് അത് പറയുന്നില്ല. ഇത് നടന്നതിന് ശേഷം എന്താന്ന് പറഞ്ഞാല് അന്നത്തെ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്ന O രാജഗോപാൽ ഈ സ്ഥലം സന്ദർശിക്കാൻ വന്നിരുന്നു. അദ്ദേഹത്തെ അവിടുത്തെ കടശ്ശേരി മാത്രം തടഞ്ഞിട്ട് അദ്ദേഹം അപമാനിതനായി തിരിച്ചു പോവുകയാണ് ചെയ്തത്. CPI-മാർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് ഒരു വലിയ രാവണൻ കോട്ട പോലെ കെട്ടുകയും പുതിയ കഥകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് അവിടുന്ന് ആ സ്ഥലത്തിന് തൊട്ടടുത്താണ് ഇപ്പോൾ അവിടെ ഒരു സ്റ്റൂവ് കൊണ്ട് കിടക്കുന്നത് ഇവർക്ക് സ്മാരകമാക്കിയിട്ട്. എന്ത് വകയിലുള്ള രക്തസാക്ഷികളാണ് ഇത്? ഇവർ ആദ്യം ഈ സംഭവത്തിനോട് മറുപടി പറയണം. 1999 തന്നെ ഇങ്ങനെ ചെയ്തവർക്ക് സ്മാരകം ഉണ്ടാക്കിയിട്ടുണ്ട്. 1999. അത് മാത്രമല്ല വർഷാവർഷം എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ആടെ ഈ പരിപാടി നടത്തുന്നുണ്ട്. അവർ രക്തസാക്ഷികൾ, അമരന്മാർ, അനുശ്വരന്മാർ, ധീരന്മാർ എന്ന് പറഞ്ഞിട്ട് ബോംബെറിഞ്ഞിട്ട് ഒരാളും അറിയാതെ പോകുന്ന ഏതോ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനും ഇതേപോലെ എന്താ പറയുക ആളുകളെ അരിഞ്ഞു വീഴ്ത്തുന്നതിനും ഏർപ്പാടുണ്ടാക്കിയിരിക്കുന്ന ആളുകൾ ഇതെല്ലാം ചെയ്യിക്കുന്നത് പലപ്പോഴും ഈ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്ന ആളുടെയും അല്ലെങ്കിൽ ഇതിനകത്തെ ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവത്തിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ സാധനം വരുന്നത്. പി ജയരാജൻ ഇപ്പൊ ഇത് പറയുന്നതിന് ഒരു ഘടകം വിഷയം എന്താന്ന് പറഞ്ഞാല് പി ജയരാജൻ ഇപ്പൊ അറ്റ കൈയും വീണ നിലവില്ലാത്ത ഒരാളാണ് പാർട്ടിക്ക്. അയാൾക്ക് ഇപ്പൊ ഏത് ഘടകമാണുള്ളത്? സ്റ്റേറ്റ് കമ്മിറ്റി ഘടകമാണോ? അയാൾ ഏത് ഘടകത്തിൽ നിന്നാണ് അയാൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ബേസിക് ആയിരിക്കുന്ന ചോദ്യങ്ങൾ കിടക്കുന്നുണ്ട്. സത്യത്തിൽ അയാൾക്ക് ഒരു ഘടകവും ഇല്ല. ഇപ്പൊ ഇയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി എന്താണെന്ന് പറഞ്ഞാല് ഈ 2 പേർ അമരന്മാരാണ്, രക്തസാക്ഷികളാണ്, ഇവരെ ചരിത്രമില്ലാന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ ഈ എന്താ പറയുക വകതിരിവില്ലാതെ സംസാരിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിന്നു പോവുകയും എന്നാൽ ഒരു കുറച്ചു കാലമായി ഈ അക്രമ പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്ക് എന്താ പറയാ ക്യാപ്റ്റൻ അബ്യൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇത് മാറി നിൽക്കുന്നുണ്ട്. ഈ മാറി നിൽക്കുന്ന അവസ്ഥയ്ക്ക് അകത്തുപെട്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെ സംഘടിപ്പിക്കുകയും അതിന്റെ ചാമ്പ്യൻ ഞാനാണ് എന്ന് പറയുക വഴി അസ്തപ്രജ്ഞമായിരിക്കുന്ന അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെടേണ്ടി വന്നിരിക്കുന്ന PJ ആർമിയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന് പറയുന്ന വളരെ വൃത്തികെട്ടിരിക്കുന്ന രാഷ്ട്രീയം ഇതിനകത്തുണ്ടോ എന്ന് ന്യായമായും സംശയിക്കുന്നതായിട്ടാണ് ഒന്ന്. രണ്ടാമത്തെ വിഷയം വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഇപ്പൊ റിസൾട്ട് എന്തായാലും 4-ാം തീയതി വരാൻ പോവാണ്. 4-ാം തീയതി റിസൾട്ട് വരുന്നേരം CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ അതിദയനീയമായി പരാജയപ്പെടുന്ന കാര്യത്തിൽ 2 വർഷം ആർക്കില്ല, അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാതെ. പക്ഷേ ഇത് അത്തരം ഒരു ദയനീയമായ പരാജയം അവർ ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥ വരുന്നതോടെ വടകര കേന്ദ്രീകരിച്ച് വലിയ തോതിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ രൂപം കൊള്ളുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ പലപ്പോഴും അവിടുന്ന് തന്നെ പുറത്തു വന്നിട്ട് പലപ്പോഴും അത് എന്താ പറയാ ഔട്ട്സ്പോക്കൺ ആയിട്ട് അത് പ്രചരിക്കുന്നുമുണ്ട്. അപ്പൊ ഇത്തരം ഒരു സംഭവം ഉണ്ടാവുകയാണ് എങ്കിൽ ആ സംഭവത്തിലൂടെ ഇയാൾക്ക് എന്ത് വേണം എന്ന് പറഞ്ഞാൽ ഇയാൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു പ്രതാപത്തിന്റെ അവസ്ഥയിലേക്ക് ഇയാൾ തിരിച്ചു വരണം. ഈ തിരിച്ചു വരാൻ ഈ PJ ആർമിയുടെ
ഒരു റിവൈവൽ എന്ന് പറയുന്ന അവസ്ഥയെ ഉപയോഗിക്കാൻ ഇയാൾ ശ്രമിക്കുന്നുണ്ടോ എന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. രണ്ടാമത്തെ വിഷയം. അല്ല, ഞാൻ ചോദിക്കുന്നത് എന്താണ് ഈ ബോംബ് നിർമ്മിക്കുമ്പോൾ മരിക്കുന്നവരെ ഇപ്പൊ സ്വാഭാവികമായും താങ്കൾ പറഞ്ഞതുപോലെ ഈ ബോംബ് നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ എതിരാളികളെ ബോംബെറിഞ്ഞ് കൊല്ലുക എന്നുള്ളതാണല്ലോ. അതൊരു നിയമവിരുദ്ധ പ്രവർത്തനമാണ്, നിയമത്തിനും എതിരാണത്. ഇപ്പൊ ബോംബ് സ്ഫോടനം എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ UAPA പോലും ചുമത്തുന്ന സാഹചര്യം ഇപ്പൊ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി മരിച്ചവരെ രക്തസാക്ഷികൾ ആക്കണം എന്ന് പറയുമ്പോൾ ഈ പി ജയരാജനെ പോലുള്ള CPM നേതാക്കന്മാർ അതിനകത്ത് കാണുന്ന യുക്തി എന്താണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതിലൊരു യുക്തിയില്ല. കാരണം ഇവർക്ക് രാഷ്ട്രീയമില്ല, എപ്പൊളിറ്റിക്കലാണ് ഇവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ, ഇടതുപക്ഷത്തെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് ജനപക്ഷ രാഷ്ട്രീയമാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ആവശ്യക്ക് വേണ്ടി. ഈ വർത്തമാന കാലത്തിനകത്ത് എത്രയോ കാലമായി കേരളത്തിനകത്ത് DYFIയോ പാർട്ടിയോ ഏതെങ്കിലും ഒരു ജനകീയ സമരം ഏറ്റെടുത്ത് നടത്തിയിട്ട് ഒരു ഉദാഹരണത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു സമരവും ഉയർത്താനോ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഉയർത്താൻ കഴിയാതിരിക്കുമ്പോൾ പാർട്ടി സജീവമാണ് എന്ന് വരാതെ എടുക്കുന്ന ഒരു പണി എന്താന്ന് പറഞ്ഞാൽ ഈ തരത്തിലുണ്ടാകുന്ന സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും കൊലപാതകങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ ചാമ്പ്യന്മാരായി ചിലരെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അവരങ്ങ് ഒരു രാജാവിനെ പോലെ വിരാജിക്കാനുള്ള സാധ്യതകളെ അവരന്റെ ചോരയും അവരന്റെ ജീവനും കൊടുത്ത് പന്താടിയിട്ട് ഉയർന്നു വരികയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് കേവലം സ്കേപ്പ് ഗോട്ടുകളായി മാറ്റപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ഇവരുടെ കണ്ണിൽ രക്തസാക്ഷികൾ. മാർട്ടിയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും വിശുദ്ധിയും എന്താണെന്ന് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അത് ശരിക്കും അപ്പൊളിറ്റിക്കലായ ഒരു സംഘടനയെ രൂപപ്പെടുത്തിയെടുത്തതിന്റെ, പരിവർത്തിപ്പിച്ചതിന്റെ അനിവാര്യമായിരിക്കുന്ന ദുരന്തമാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ അത് യഥാർത്ഥ രക്തസാക്ഷികളെ അപമാനിക്കുകയാണ് ശരിക്കും ഇവർ ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട ചോദ്യം വെച്ചാല് ഈ രക്തസാക്ഷിത്വം അതിലൂടെ അമരത്വം എന്നൊക്കെ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലെ ഇപ്പം പിന്നെ രക്തസാക്ഷികൾ അമരന്മാർ, അവർ ജീവിക്കുന്നു നമ്മളിലൂടെ എന്നൊക്കെ പറയുമ്പം അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിന്റെ ഏറ്റവും പരിഭാവനമായിട്ടുള്ള ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു മൂല്യമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രക്തസാക്ഷിത്വം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ തന്നെ ഈ പറഞ്ഞതുപോലെ ഒരു ബലാത്സംഗം ചെയ്യുന്ന പോലത്തെ ഒരു രീതിയല്ലേ നിങ്ങൾ ഉപയോഗിച്ചാണ് കറക്റ്റ് വാക്കതാണ്, റേപ്പ് ചെയ്യലാണ് അതിനെ ഇവർ റേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് പൊളിറ്റിക്സ് ഇല്ല. കാരണം ഇതിൽ നിങ്ങൾ നോക്കൂ, ഇതിന്റെ ഏറ്റവും വലിയ കുലപതിയായി നടക്കുന്ന ആളാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മിസ്റ്റർ വിജയൻ. അയാൾക്ക് അതല്ലാതെ ഒരു പണി അറിയില്ല. അപ്പൊ ഇയാളാണ് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് എന്ന് വാഴ്ത്തപ്പെടുന്നതും നമ്മുടെ വാഴ്ത്തപ്പെടാൻ നിർബന്ധിക്കപ്പെടുന്നതും പലരും അങ്ങനെ വാഴ്ത്തുകയും ചെയ്യുന്നത്. ഇതിന് തൊട്ടു പുറകെ ഇയാൾ നിർമ്മിച്ചിരിക്കുന്ന ഓരോ ആളെയും നിങ്ങൾ എടുത്തു വയ്ക്കോ, ഓരോ ആളെയും നിങ്ങൾ എടുത്തു വയ്ക്കോ. ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്ന ഈ പറയുന്ന പി ജയരാജൻ വരെ, പി ജയരാജൻ, MB ഗോവിന്ദൻ, ഇവരെല്ലാരും തന്നെ ഈ കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന വ്യാപകമായ അട്രോസിറ്റി അഴിഞ്ഞാട്ടം നടത്തിയിട്ട് അതിന്റെ മേലെ നേതാവാകുകയാണ്. ഇവർ ഏത് സമരമാണ് നയിച്ചത്? ഏത് സമരം നയിച്ചു ഇവര്? ഈ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ മിസ്റ്റർ വിജയൻ നയിച്ചിരിക്കുന്ന ഒരു ജനകീയ സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക്? ഈ പി ജയരാജൻ നയിച്ചിരിക്കുന്ന ജനകീയ സമരത്തിന്റെ പേര് അറിയാമോ നിങ്ങൾക്ക്? MB ഗോവിന്ദൻ നയിച്ചിരിക്കുന്ന ജനകീയ സമരത്തിന്റെ പേര് അറിയാമോ നിങ്ങൾക്ക്? ഈ പി ജയരാജൻ ഇതിലൂടെയൊക്കെ പി ജയരാജൻ പാർട്ടി അണികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? ഒരു സന്ദേശം വളരെ വ്യക്തമാണ്. സംഭവം എന്താ പറഞ്ഞാൽ നാട് മുഴുവൻ തന്നെ അക്രമവും ഭീതിയും ഉണ്ടാക്കി ഒരു ജനതയെ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു മാത്രമാണ്, വേറൊരു സന്ദേശവുമില്ല. കാരണം അതിൽ വർഗപരമായ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, വർഗപരമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാനോ അത് പ്രചരിപ്പിക്കാനോ കഴിയാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ആളുകളെ ഇങ്ങനെ വധിച്ച് അതിലൂടെ നേതാവുക. അങ്ങനെ ഇവരെ കാണുമ്പോൾ മറ്റുള്ളവർ എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറയാവുന്ന ഒരു ടെററൈസിങ് പൊളിറ്റിക്സ് മാത്രമാണ് ഇത്. അത്തരമൊരു, അതായത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു മർദ്ദന ഉപകരണമാക്കി മാറ്റുക, പോലീസിന് ബദലായി വരുന്ന ഒരു സാധനമാക്കി മാറ്റുക. ഒരു വേള പോലീസ് എന്ന് പറയുന്ന എന്താ പറയാ ഒരു നീതി നിർവഹണ സംവിധാനത്തിന്റെ അകത്തെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന സംഭവത്തെ പോലും നിർവീര്യമാക്കി കളയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു അധികാര കേന്ദ്രമായി പാർട്ടിയെ മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവരുടെ ഭാഷക്കകത്ത് പോലും അത്തരം ഒരു പ്രയോഗം, ഞാൻ വിരൽ ചൂണ്ടിയാൽ നിങ്ങൾ അവിടെ നിൽക്കുമോ, ഞാൻ വിരൽ ചൂണ്ടിയാൽ നിങ്ങളെ അവിടെ നിൽക്കേണ്ടി വരുമെന്നാണ്. വിരൽ ചൂണ്ടി നിർത്താൻ മാത്രം ഇവർക്ക് എന്താ അധികാരം, എന്താ അവകാശവുമാണുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു അതിനകത്ത് ജനമെന്ന് പറയുന്ന സമൂഹത്തെ മാറ്റി നിർത്തുകയും പാർട്ടി എന്ന് പറയുന്നത്, പാർട്ടിക്കകത്തെ നേതാവ് എന്ന് പറയുന്ന തനിവിവര ദോഷി ഒരു അധികാര കേന്ദ്രത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യാൻ നടത്തുന്ന അങ്ങേയറ്റം ജനവിരുദ്ധമായ ഒരു പ്രവൃത്തിയുടെ സാധൂകരണത്തിനായാണ് ഒരു വാസ്തവത്തിൽ ഈ പറയുന്ന കൊലപാതകം നടത്തുന്നത്. അതിനെ ന്യായീകരിക്കുകയാണ് വാസ്തവത്തിൽ പി ജയരാജൻ ഈ പ്രസ്താവനയിലൂടെ, ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അയാൾ ചെയ്തിട്ടുള്ളത്
അപ്പൊ അത് പിന്നെ എന്താ പറയാ അവിതർക്കിതമായ വസ്തുതയാണ് അവസാനം. ഈ പി ജയരാജൻ എന്ന് പറഞ്ഞ ആളെയും അയാളുടെ ഇത്തരം രാഷ്ട്രീയത്തെയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ്, എവിടെയാണ് അടയാളപ്പെടുത്താൻ കഴിയുക? അയാളൊരു ബുച്ചർ എന്നുള്ള നിലയിൽ മാത്രമേ അയാളെ അടയാളപ്പെടുത്താൻ കഴിയൂ. നമ്പർ 1 ബുച്ചർ, ബുച്ചർ ഇൻ പിന്നെ കാനൂർ ഡിസ്ട്രിക്ട് എന്ന് മാത്രമേ അയാളെ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റൂ. അതല്ലാതെ ഒരു ഡോക്യുമെന്റ്, അതായത് ഞാൻ ബേസിക്കായി ചോദിക്കുന്ന ചോദ്യം ഇതാണ്. എനിക്ക് അയാളോട് വ്യക്തിപരമായ വേറെ വൈരാഗ്യമൊന്നുമില്ല. ഞാൻ ബേസിക്കായി ചോദിക്കുന്നത് അയാൾ ഏത് സമരം നയിച്ചിട്ടാണ് അയാൾ കേരളത്തിലെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ നേതാവായി? ഏത് സമരമാണ് അയാൾ നയിച്ചത്? ഏത് സമരം നയിച്ചു? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ മറ്റേ ചെന്താരകം എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ചെന്താരകം എന്ന് പറയുന്നത് ആരാ? ചെന്താരകം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇതുപോലെ പിന്നെ അറക്കാൻ താല്പര്യം ഉണ്ടായിരിക്കുന്ന ആളുകളെ നിങ്ങൾ, അതായത് ഇത് ശരിക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു രീതിയിൽ നമ്മൾ പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയി ഗുണ്ടകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു ഏജന്റാണ് വാസ്തവത്തിൽ ഇവരെല്ലാം. ഇൻഡയറക്റ്റ് ആയി ഗുണ്ടകളെയും റൗഡികളെയും ഇതിനകത്ത് പിന്നെ എന്താ പറയാ റിക്രൂട്ട് ചെയ്യാൻ. ഈ റിക്രൂട്ട്മെന്റിന്റെ കമാൻഡർ ഇൻ ചീഫായിട്ട് ആരും ആടെയാണല്ലോ പിന്നെ ഇവിടെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു നാമധേയത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കപ്പെടും. ക്യാപ്റ്റൻ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ജയരാജനെതിരെ പിന്നെ 90കളുടെ മധ്യത്തിലൊക്കെ RSSന്റെ ഒക്കെ ഭയങ്കര ക്രൂരമായ ആക്രമണമൊക്കെ ഉണ്ടായതല്ലേ? അപ്പൊ RSSനെയൊക്കെ ചെറുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളല്ലേ ജയരാജൻ? അല്ല, ഞാൻ ഇതിന്റെ അകത്ത് പറയുമ്പോൾ അതിന്റെ അകത്ത് വേറൊരു വിചിത്രം എന്താ അറിയുന്നത്? ഒരാൾ പരിവാർ രാഷ്ട്രീയക്കാരനാവുന്നത്, ഒരാൾ പരിവാർ രാഷ്ട്രീയ വിരുദ്ധനാവുന്നത് വളരെ കൃത്യമായിരിക്കുന്ന രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. ഞാൻ തിരിച്ചൊരു വളരെ ഇതായിട്ട് നിങ്ങൾ പിന്നെ ആലപ്പുഴയിലെ ഏറ്റവും ഗൗരവമേറിയിരിക്കുന്ന ആടത്തുള്ള പേരുള്ള ഒരു പിന്നെ സഖാവല്ലേ നിങ്ങൾ? പിന്നെ എന്താ പറയാ വയലാർ വെടിയേറ്റ് പിടിക്കുന്ന ആളുകൾ വീണിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്ര മീറ്റർ ദൂരെയാണ് വാസ്തവത്തിൽ വയലാർ രവി എന്ന് പറയുന്ന ഒരാൾ അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായിട്ട് കൊടുത്തത്? 26-ാമത്തെ വയസ്സിലാണ് വയലാർ രവി AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാവുന്നത്. ഇങ്ങനെ വരുന്ന ഒരു ചിത്രം ഉണ്ടാവുന്നത് പറഞ്ഞാൽ അർത്ഥം എന്തുകൊണ്ട് അത്തരത്തിലുള്ള അർത്ഥം അത് വരുന്നത് പറഞ്ഞാൽ അർത്ഥം കുഴപ്പം എവിടെയാണ്? ശരിക്ക് വയലാർ രവിക്കല്ല കുഴപ്പം, മറിച്ച് അവിടെ വരുന്ന പാർട്ടിക്ക് വന്നിരിക്കുന്ന എന്തോ ഒരു അപഭ്രംശത്തിന്റെ ഭാഗമായാണ് അത്തരത്തിലുള്ള ഒരാൾ AICCയുടെ 26-ാമത്തെ വയസ്സിൽ AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി വളരുന്നത്. ഇവിടെ നമ്മൾ വരേണ്ട വേറൊരു വിഷയം എന്താ വെച്ചാൽ ഇതുപോലുള്ള ആളുകൾ ഇതിലേക്ക് വരുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും തന്നെ ഒരു ജനകീയ സമരം നയിച്ച് ജനത്തിന്റെ നേതാവായി വളരാൻ താല്പര്യം. അതുകൊണ്ടാണ് ഈ പഴയകാല നേതാക്കന്മാർക്കിടെ അടുത്തുകൂടെ പോകാൻ പോലും യോഗ്യതയില്ലാത്തവരായിട്ട് ഇവർ മാറുന്നതെന്നുള്ളതാണ്. ഈ ക്രിമിനലുകളെ ഇതിനകത്ത് കൊണ്ടുവരും. ഞാനത് പലതവണയായിട്ട് ആവർത്തിക്കുന്ന സംഭവമാണ്. ഇയാൾ ഈ പറയുന്ന പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങളും പിന്നെ കൈവിട്ടലും കാലുവിട്ടലും ഏറ്റവും കൂടുതൽ. അതോടൊപ്പം തന്നെ നടന്നത് എന്താന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഈ മുസ്ലിം ചെറുപ്പക്കാരായിരിക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യുന്ന ചെറുപ്പക്കാരെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ RSS കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രതി എപ്പോഴും ആയിട്ടുണ്ടാവും, ഒരു മുസ്ലിം നാമധാരി അതിനകത്ത് പ്രതിയായിരിക്കും. ഈ പ്രതിയെ ആക്കി തീർക്കുന്നതിലൂടെ ഇയാൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന വലിയൊരു സംഘാടന കൂടെ ഇതിനകത്ത് അതായത് ഒരു അധോലോക നായകന്റെ അങ്ങേയറ്റത്തെ പിന്നെ എന്താ പറയാ ഒരു വക്രബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന സാധനമാണ്. അതുവഴി അയാൾ എന്ത് ചെയ്യാത്ത ഒരു മഹലിനെ അയാൾ പിടിക്കുകയാണ്. ഒരു മഹലിനെ കയ്യിൽ വെക്കുന്നതോടെ എന്തായി എന്ന് പറയാൻ മുസ്ലിം ജനസാമാന്യത്തിന്റെ സാമ്പത്തികമായ ശേഷി ഉള്ള ആളുകളുടെ വീട്ടിനകത്തേക്ക് പോലും നേരിട്ട് ഇടപെടാൻ പറ്റാവുന്ന ഒരു പൊളിറ്റിക്കൽ രീതി ഈ പറയുന്ന കൊലപാതകം നടത്തിയതിനു ശേഷം ഉണ്ടായിരിക്കുന്ന ഒരു പോലീസ് ആക്ഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ടോ ഇയാൾ നുഴഞ്ഞു കയറുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ഈ മലബാർ മേഖലയിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം ചെറുപ്പക്കാർ ഈ പാർട്ടിയുടെ ഭാഗമായി മാറുന്നത്. അപ്പൊ അത്രയും അപകടകരമായ ഒരു പ്രവൃത്തി നടത്തുന്നതിൽ അയാൾ അതിനകത്ത് വളരെ സൂക്ഷ്മബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഞാനതിൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇത്രയ്ക്ക് പച്ച പരസ്യമായി ഈ ബോംബുണ്ടാക്കുന്നവരെ പോലും രക്തസാക്ഷികളാക്കുകയും ബോംബുണ്ടാക്കുന്നവർ രക്തസാക്ഷികളാണെന്നും അവരെ പിന്നെ അവരുടെ രക്തസാക്ഷി അനുസ്മരണ പരിപാടികൾ തുടരും എന്നൊക്കെ ഒരു നേതാവ് ഇങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടും ഇതിനെതിരെ ഒന്നും ഒരു തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പോ ഒരു അപശബ്ദമോ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് അകത്തുനിന്ന് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതെന്താണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് എന്താ? ഇതൊരിക്കലും ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവം അല്ല ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിനകത്ത് അതിൻ്റെതാക്കി ഒരുപാട് അപകടങ്ങളുണ്ട്. അങ്ങനെ ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഇതിനകത്ത് ഗംഭീരവും ഗൗരവപരമായിരിക്കുന്ന ചർച്ചകൾ നടക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു 20-30-35 വർഷക്കാലത്തായി ഇത് ഈ പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒരു ചർച്ചയും നടക്കുന്നില്ല. നേരത്തെ ഞാൻ പറയാം, ഈ തലശ്ശേരിയിൽ നടക്കുന്ന വ്യാപകമായിട്ടുള്ള RSS മാതിരി സംഘടന നടന്നിട്ട് ആളുകൾ ഇങ്ങനെ മരിച്ചു വരുന്ന സമയത്ത് ആള് മാറി കൊല്ലപ്പെട്ടു പോയിരിക്കുന്ന ഒരു സംഭവം ഇവിടെ പാലുട്ടി
ആ സംഭവത്തിന്റെ മുകളിൽ എം പി ആർ എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി MBR വന്നിട്ടാണ് ആ പ്രശ്നമാണ് സെറ്റിൽ ചെയ്യുന്നത്. പാർട്ടി മെമ്പർമാരുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വരുന്ന വിമർശനങ്ങളൊന്നും ഇപ്പോ ഇല്ല, ആരുമില്ല. കാരണം ഒരാൾ ഈ ഒന്നും തിരിയാതിരിക്കുന്ന ഏതോ ഒരാളെ പോയിട്ട് ഇതിനകത്ത് പെട്ടിരിക്കുന്ന ഈ ഗ്യാങ്ങിന്റെ അകത്ത് പെട്ടിരിക്കുന്ന ഏതൊക്കെ പിള്ളേർ പോയിട്ട് സാധനം ചെയ്തു കഴിഞ്ഞാൽ അത് ഉടനെ പാർട്ടിയെ ഏറ്റെടുക്കുകയാണ്. ഈ ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി തന്നെ കാണിക്കുന്ന വൃത്തികേടുകളാണ് ഈ കൊല്ലപ്പെട്ടവൻ ബോംബ് പിന്നെ കൊല്ലപ്പെട്ടവൻ, ബോംബ് കിട്ടുമ്പോൾ കൊല്ലപ്പെട്ടവൻ, അത് നിർമ്മിക്കുമ്പോൾ കൊല്ലപ്പെട്ടവൻ, ഈ കൊല്ലപ്പെട്ടവനെ ഇവർ രക്തസാക്ഷിയാക്കി വാഴ്ത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇനി ആളെ കിട്ടൂല. ഈ പണിക്ക് ആളെ കിട്ടൂല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണവും കൂടിയാണ് ഗോവിന്ദൻ മൂപ്പറാണല്ലോ ഈ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ട് വരെ ഗോവിന്ദൻ വന്നില്ല. MP ഗോവിന്ദൻ വന്നില്ലല്ലോ ഈ ചട്ടക്കണ്ടിയുടെ പരിപാടിക്ക്. ഈ ഗോവിന്ദൻ വരാതിരുന്നത് വളരെ കൃത്യമായിരിക്കുന്ന ഒരു സന്ദേശം പാർട്ടിക്ക് പിന്നെ ഗോവിന്ദൻ നൽകുകയാണ് ചെയ്തത്. ഇനി ഇമാരി സാധനം കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട കേട്ടോ, ഒരാദരവും ഇനി പാർട്ടിയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഈ പി ജയരാജൻ ഇത്തരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്തത് കൊണ്ട് തന്നെ MB ജയരാജൻ എന്ത് ചെയ്യേണ്ടി വന്നു, വന്നിട്ട് പി ജയരാജനെ അനുകൂലിച്ചിട്ട് അത് തന്നെ ശരിയെന്ന് രീതിയിൽ മൂപ്പർ പ്രസംഗിക്കേണ്ടി വന്നു. ഇല്ല എങ്കിൽ ഈ പറയുന്ന പിന്നെ സ്വഭാവം ഉണ്ടായിരിക്കുന്ന കുട്ടികൾ ആരുടെ കൂടെ പോവും? പി ജയരാജന്റെ കൂടെ പോവും. അതായത് പാർട്ടി സംഘടനയെ സംഘടനാപരമായി നിയന്ത്രിക്കുന്നതിന് പകരം ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പിന്നെ അപകടങ്ങളിലൂടെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുക എന്ന രാഷ്ട്രീയത്തിലേക്ക് ഈ സാധനം മാറുകയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇതൊരു അപൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ അരാഷ്ട്രീയമുള്ള ഒരു സംഘടനയായിട്ട് ഇത് മാറ്റപ്പെട്ടപ്പോൾ ഇതുപോലെ സംഭവങ്ങൾ പറയാൻ ഒരാളും വരില്ല. പക്ഷെ ഒന്ന് ഞാൻ ആവർത്തിക്കാം, ഇനി പുത്തനായിട്ട് ഇതിന് ആളെ കിട്ടില്ല. ഇതിപ്പോ എന്തായാലും ഈ ഭാഗത്ത് നിന്ന് ആളെ കിട്ടില്ല. ഇപ്പൊ ഇവിടെ വന്ന് പിന്നെ വടകര സംഭവത്തിന്റെ ഭാഗമായിട്ട് വന്നത് ഇതേപോലെ അങ്ങേ പുറത്ത് അവർ രണ്ടുപേരും തള്ളി പറഞ്ഞു, നിശ്ചയമായും തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇനി നാളെ 4 ദിവസം കഴിച്ചാൽ മാറുമെന്ന് പറയാനും കഴിയില്ല. അപ്പൊ അത്തരം ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകുന്ന ഇവർ ഗുരുതരമായ പ്രതിസന്ധി വരുന്നത് അത് CPIM-നകത്ത് അവരുടെ എന്താ പറയാ അതിന്റെ അകത്തുണ്ടാക്കുന്ന ഒരു അലൈൻമെന്റ് ഉണ്ടാവുമല്ലോ, പൊളിറ്റിക്കൽ അലൈൻമെന്റ്. ആ അലൈൻമെന്റ് കംപ്ലീറ്റ് ഇംബാലൻസ്ഡ് ആയി തോന്നുന്നത്. അതുകൊണ്ട് എന്താണ് എന്ന് ഒരു എവിടത്തേക്കാണ് ഇത് പോകുന്നതെന്നും പിന്നെ തോന്നുന്നു ഇവർക്ക് ആർക്കും തന്നെ പറയാൻ കഴിയാത്ത അവസ്ഥ വന്നു. എന്തായാലും ഗോവിന്ദൻ ഈ ഒരു സ്റ്റാൻഡ് എടുത്തതോടെ ഒരു കാര്യം ഉറപ്പായി, പൊതുജനം മുഴുവൻ ഇത്തരം സംഭവത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന സംഭവത്തെ അംഗീകരിക്കാൻ പാർട്ടിക്കകത്തെ ഒരു വിഭാഗമെങ്കിലും നിർബന്ധിക്കപ്പെടുന്നുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് വാസ്തവത്തിൽ ഗോവിന്ദൻ വരാത്തതിലൂടെ വന്നത്. പിന്നെ ഈ MB ജയരാജന് അല്ലാതെ വേറെ മാർഗമില്ല. ഇല്ലെങ്കിൽ പി ജയരാജന്റെ കയ്യിലേക്ക് ഇത് മുഴുവൻ പോകുന്നൊരവസ്ഥ വരുമ്പോൾ അങ്ങനെ പോകാൻ സമ്മതിക്കില്ല എന്ന് പറയാവുന്ന ഒരു ചിത്രവും കൂടിയാണ് MB ജയരാജൻ പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്യുകയും പി ജയരാജൻ നടത്തിയിരിക്കുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അതേ സാധനം തന്നെ ആവർത്തിക്കുന്ന രീതിയിൽ പിന്നെ MB ജയരാജൻ സംസാരിക്കുകയും ചെയ്തത്. അതാണ് എനിക്ക് തോന്നുന്നത് സഖാവേ.